ആഗോള അയ്യപ്പ സംഗമം അബദ്ധമായി പോയെന്ന് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. ഇടത് സർക്കാർ ഒരു കാരണവശാലും നടത്താൻ പാടില്ലാത്ത പരിപാടിയായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രതിസന്ധികൾക്ക് എല്ലാം അയ്യപ്പ സംഗമം കാരണമായി. സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാറിനെതിരെ എന്ത് നടപടിയെടുത്തുവെന്നും ഈ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാടെന്തെന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വിമർശിച്ചു. വിഷ്ണു VS ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്നലെ വീണ ജോർജ് വലിയ രീതിയിലുള്ള എതിർപ്പ്, രൂക്ഷ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച്. അതിന് പുറമെയാണ് ആഗോള അയ്യപ്പ സംഗമം, സ്വർണ്ണക്കൊള്ള, പത്മകുമാർ ഒക്കെ വലിയ വിഷയമാകുന്നത് ജില്ലാ കമ്മിറ്റിയിൽ. അത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. കഴിഞ്ഞ ദിവസം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയതിനും അതുപോലെ തന്നെ വീണ ജോർജിനുമൊക്കെ എതിരെ ശക്തമായ പ്രതിഷേധം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു. അതിന് പിന്നാലെയാണ് ആഗോള അയ്യപ്പ സംഗമവും അബദ്ധമായി പോയെന്ന വിമർശനം ജില്ലാ കമ്മിറ്റിയിൽ ഉയരുന്നത്. ആഗോള അയ്യപ്പ സംഗമം അബദ്ധമായെന്ന് CPM ജില്ലാ കമ്മിറ്റി തന്നെ വിലയിരുത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രതിസന്ധികൾക്കെല്ലാം അയ്യപ്പ സംഗമം ഒരു കാരണമായി. ഇടത് സർക്കാർ ഒരു കാരണവശാലും നടത്താൻ പാടില്ലാത്ത ഒരു പരിപാടിയായിരുന്നു അയ്യപ്പ സംഗമം. സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനെതിരെ എന്ത് നടപടിയെടുത്തുവെന്നും സെക്രട്ടേറിയറ്റിൽ ആരോപണമുണ്ടായി. ഈ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് എല്ലാ അംഗങ്ങൾക്കും അറിയണമെന്നുള്ള രൂക്ഷ വിമർശനം തന്നെ ഈ പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായി. ഈ പറയുന്ന പ്രത്യേകിച്ച് ശബരിമല വലിയ തരത്തിൽ തന്നെ ചർച്ചയായ ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തോതിൽ തന്നെ ശബരിമല ഈ വിഷയമായി മാറിയപ്പോൾ ആഗോള അയ്യപ്പ സംഗമം അബദ്ധമായി പോയി എന്നുള്ള തിരിച്ചറിവിലേക്കാണ് പത്തനംതിട്ട ജില്ലാ CPM എത്തിയിരിക്കുന്നത്.